Hi all, welcome to Max Traders Academy weekly analysis. As usually, let's firstly look into the Forex Factory to know more about the fundamental news releases for the next week. So on Monday we have CHF red impact news, and on Tuesday we have USD red impact news at 8:30 p.m. and on Wednesday we have AUD GBP CAD USD red impact news where at 8:30 p.m. Fed Chair Powell testifies, and also at Thursday again Fed Chair Powell testifies, which also a red impact news at 8:30 p.m. And also on Thursday we have Euro red impact news at 6:45 p.m. Then on Friday we have important non-farm payroll news release, which may be which may be result in high volatility in the market. So ഈ വീക്ക് ഒരു ട്രിക്കി വീക്ക് ആവാനാണ് സാധ്യത. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോട്ട്സ് ഓഫ് റെഡ് ഇമ്പാക്ട് ന്യൂസസ് ഉണ്ട്. അപ്പം ഈ ഒരു റെഡ് ഇമ്പാക്ട് എക്കണോമിക് ന്യൂസസ് ആയിരിക്കും നെക്സ്റ്റ് വീക്കിലേക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡയറക്ട്ലി ജമ്പ് ഇൻ ടു ദി ടെക്നിക്കൽ അനാലിസിസ്. സോ ഓൺ ഡോളർ ഇൻഡെക്സ് വി ക്യാൻ സീ ദാറ്റ് മന്ത്ലി ടൈം ഫ്രെയിമിൽ ലാസ്റ്റ് വീക്ക് പോലെ തന്നെ പ്രൈസ് ആ ഒരു മന്ത്ലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു ബെയറിഷ് മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു റീടെസ്റ്റിന് ശേഷം ആ ഒരു ബെയറിഷ് മൊമെന്റം ആണ് കറന്റ് മാർക്കറ്റിൽ ഹാപ്പൻ ആയിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് ഡിഡിൻ റിയാക്റ്റഡ് ടു ദിസ് വീക്ക്ലി ഓർഡർ ബ്ലോക്ക് സ്റ്റിൽ. ആ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിയിട്ടില്ല. ആ ഒരു ബുള്ളിഷ് മൊമെന്റത്തിന്റെ ഒരു റീട്രേസ്മെന്റിലാണ് പ്രൈസ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഇതായിരുന്നു ലാസ്റ്റ് നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു ബുള്ളിഷ് മൊമെന്റം തന്നിരുന്ന ലെഗ്. ആ ഒരു ലെഗിന്റെ 0.38 റീജിയനിൽ നിന്നാണ് പ്രൈസ് ഇപ്പോൾ റിയാക്ട് ചെയ്തിരിക്കുന്നത്. സോ വി ആർ എക്സ്പെക്ടിങ് ദ പ്രൈസ് ടു പുഷ് അപ്വേർഡ്സ്. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ പ്രൈസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു റീച്ച് ദിസ് വീക്ക്ലി ഓർഡർ ബ്ലോക്ക്. ആ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. ഇഫ് ദിസ് ഏരിയ ഇസ് നോട്ട് ഹോൾഡഡ്, ഈ ഒരു ഏരിയ ഫെയിൽ ആവുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ ഡിക്സി ടു റീച്ച് ദിസ് ലോ. ഈ ഒരു ലോ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ 4 അവറിൽ നമ്മൾ 2 അവറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു പ്രൈസ് റെസ്പെക്ട് ചെയ്തിട്ടിരുന്നത്. ബെയറിഷ് മൊമെന്റത്തിൽ ആ ഒരു റീട്രേസ്മെന്റിൽ പ്രൈസ് റെസ്പെക്ട് ചെയ്തിരുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ആണ്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ഒരു റീടെസ്റ്റ് അവിടെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു റീടെസ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു റീച്ച് ദിസ് ലോ. ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് ഫസ്റ്റ് ആ ഒരു ഏരിയ ഇൻവാലിഡേറ്റ് ആവാനാണ് ചാൻസ് ഹയർ. ദെൻ പ്രൈസ് വിൽ ബി റിയാക്ടിങ് ടു ദിസ് ഏരിയ. ഇഫ് ദിസ് ഏരിയ ഈസ് ഹോൾഡഡ്, ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത് പ്രൈസ് പുഷ് ആവുകയാണെങ്കിൽ വി ഹാവ് ലോട്ട് ഓഫ് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് പ്രസന്റ്. ഇതായിരിക്കും നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഡിക്സിയിലെ മൂവ്. സോ ലുക്കിംഗ് ഓൺ യൂറോ USD, സെയിം ആസ് ഡോളർ ഇൻഡെക്സ്, പ്രൈസ് ജസ്റ്റ് റിയാക്റ്റഡ് ടു ദിസ് മന്ത്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഒരു മന്ത്ലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അവർ റെസ്പെക്ട് ചെയ്തതിന് ശേഷം പ്രൈസ് ബുള്ളിഷ് ആയിട്ട് പുഷ് ചെയ്യുകയാണ്. ആ ഒരു റീടെസ്റ്റിന്റെ ബുള്ളിഷ് മൊമെന്റമാണ് കറന്റ് മാർക്കറ്റിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഡോളർ ഇൻഡെക്സിലേതുപോലെ തന്നെ ആ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് സ്റ്റിൽ അൺമിറ്റിഗേറ്റഡ് ആണ്. സോ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 4 അവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, പ്രൈസ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ പ്രൈസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു മൂവ് പുഷ് ഹയർ. ഈ ഒരു ഏരിയയിലേക്ക് പുഷ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. സോറി, ഇഫ് ദിസ് ഏരിയ ഇസ് ഹോൾഡഡ് പ്രൈസ് വിൽ ബി ടേക്കിംഗ് ഔട്ട് ദിസ് ലോ. ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് അവിടെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വി ക്യാൻ ക്ലിയർലി എക്സ്പെക്ട് സം ബുള്ളിഷ് മൊമെന്റം ടു ടേക്ക് ഔട്ട് ദിസ് ഹൈസ് ഇഫ് ഡിക്സി ഈസ് അലൈനിങ് കറക്റ്റ്ലി. ബട്ട് കറന്റ്ലി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ പൊസിഷൻസ് എടുക്കാനുള്ള ചാൻസസ്, ഹൈ പ്രൊബബിൾ ചാൻസസ് കുറവാണ്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു മിനിമം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏരിയയിലേക്കെങ്കിലും പ്രൈസ് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ലുക്ക് ഫോർ sells buys from this area. If else, price has to take out this low to look for buys. If this area is not holded, we can surely look for sells to this minimum to this 4-hour fair value gap. ഇതായിരിക്കും നമ്മുടെ പ്രൈസ് സെൽ മൂവിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും. അവിടെ നിന്ന് പ്രൈസ് റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വി ഷുഡ് ക്യാൻസൽ അവർ ബൈ ഓർഡേഴ്സ്, സെൽ ഓർഡേഴ്സ്. From there we should take out buy orders. If this area is invalidated, then surely we can expect the price to reach this 4-hour order block. That's the move on we are expecting on Euro USD. GBP USD നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോ USD പോലെ തന്നെ പ്രൈസ് ആ ഒരു ബെയറിഷ് ബുള്ളിഷ് മൊമെന്റത്തിലാണ്. ആ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു ബുള്ളിഷ് മൊമെന്റത്തിലാണ് പ്രൈസ് ഇപ്പോൾ കറന്റ്ലി ഉള്ളത്. സോ വി ആർ എക്സ്പെക്ടിങ് ഇഫ് ദിസ് ഏരിയ ഇസ് നോട്ട് ഹോൾഡ്, ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു ടേക്ക് ഔട്ട് ദിസ് ഹൈസ്
and from there we can expect a bearish momentum after reacting to the 4 hour order block area. ഇതായിരിക്കും നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഏരിയ. ഈ ഒരു ഏരിയയിലേക്കായിരിക്കും പ്രൈസ് നെക്സ്റ്റ് ബൈ സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ പോകുന്നത്. ദെൻ അവിടെ നിന്നായിരിക്കും നമുക്ക് നെക്സ്റ്റ് ഈ ഒരു സെൽ സൈഡ് കർവിലോട്ടുള്ള മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ AUD/USD നോക്കുകയാണെങ്കിൽ പ്രൈസ് ഈസ് കറന്റ്ലി ബ്രോക്കൺ ദിസ് ട്രെൻഡ് ലൈൻ. നമുക്ക് ഡോളർ ഇൻഡെക്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കറന്റ്ലി ആ ഒരു മാർക്കറ്റിന്റെ AUD/USDയുടെ മൊമെന്റം കുറച്ച് ഹയർ ആണ്. സോ ആ ഒരു ഏരിയ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ചെറിയ റീട്രേസ്മെന്റ് ആണ്. ഡിക്സി ആ ഒരു ബുള്ളിഷ് മൊമെന്റം തന്നപ്പോൾ പോലും ഡോളർ AUD/USD ആ ഒരു നല്ല റീട്രേസ്മെന്റ് നമുക്ക് തന്നിട്ടില്ല. സോ ഐ എം എക്സ്പെക്ടിങ് ഓൺ 30-minute ടൈം ഫ്രെയിം ഐ എം എക്സ്പെക്ടിങ് ടു പ്രൈസ് ടേക്കൺ ഔട്ട് ദിസ് ഹൈസ്. ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നാണ് കറന്റ്ലി ഒരു റിയാക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഈ ലെവലിൽ നെക്സ്റ്റ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു റീച്ച് ദിസ് ഓർഡർ ബ്ലോക്ക് ഏരിയ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നിന്നായിരിക്കാം നെക്സ്റ്റ് ഒരു ബുള്ളിഷ് മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് ഓൾ ഓൺ AUD/USD. ദെൻ ലുക്കിംഗ് ഓൺ EUR/GBP, പ്രൈസ് ഈസ് കറന്റ്ലി ഇൻ എ കൺസോൾട്ടേഷൻ. പ്രൈസ് നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷനിലാണ് ഉള്ളത്. 4 hour ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ സ്റ്റിൽ പ്രൈസ് ഈസ് ഇൻ എ ബെയറിഷ് മൊമെന്റം. ബെയറിഷ് സ്ട്രക്ചർ ആണ് കറന്റ്ലി പ്രൈസ് തന്നിരിക്കുന്നത്. സോ ബട്ട് പ്രൈസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മൾട്ടിപ്പിൾ ടൈംസ് റിയാക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അഗെയിൻ ഹയർ പുഷിംഗ് ആണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇൻവാലിഡേറ്റ് ആവാനുള്ള ചാൻസസ് ഹയർ ആണ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദിസ് ഏരിയ ഈസ് നോട്ട് ഹോൾഡഡ്, ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബെയറിഷ് ആയി മൂവ് ആകുന്നില്ലെങ്കിൽ വി ഷുഡ് ഷുവർലി എക്സ്പെക്ട് ദ പ്രൈസ് ടു ടേക്ക് ഔട്ട് ദിസ് ഓർഡർ ബ്ലോക്ക്. ദെൻ വി വിൽ ബി എക്സ്പെക്ടിങ് എ ബെയറിഷ് മൊമെന്റം ആഫ്റ്റർ ടേക്കിംഗ് ഔട്ട് ദാറ്റ് ഹൈസ്. ആ ഒരു ഓർഡർ ബ്ലോക്ക് ആൻഡ് ഹൈസ് ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കാം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ആ ഒരു ബെയറിഷ് ഷിഫ്റ്റ് ഇൻ ദി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആൻഡ് ഓൾസോ ഇൻ EUR/JPY നമ്മൾ 4 hour ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ പ്രൈസ് ഈസ് ഇൻ എ ബുള്ളിഷ് സ്ട്രക്ചർ. ആ ഒരു ബുള്ളിഷ് സ്ട്രക്ചറിന്റെ ഒരു ലിക്വിഡിറ്റി കളക്ഷൻ, ആ ഒരു ബുള്ളിഷ് മൂവിന്റെ ഒരു ലിക്വിഡിറ്റി കളക്ഷൻ ആണ് ഇപ്പോൾ ഓൾറെഡി നടന്നിരിക്കുന്നത്. നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുവാണെങ്കിൽ ഇതായിരുന്നു ലാസ്റ്റ് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന 4 hourന്റെ ഓർഡർ ബ്ലോക്ക്. സോ ആ ഒരു 4 hour ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് ഫസ്റ്റ് റെസ്പെക്ട് ചെയ്തു. അവിടെ മാർക്കറ്റ് ആ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്ത് ദിസ് വാസ് ദി ലോ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ടേക്കിംഗ് ഔട്ട് ദാറ്റ് ലോ പ്രൈസ് ജസ്റ്റ് പുഷ്ഡ് അപ്പ്. സോ നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് അഗെയിൻ വരികയാണെങ്കിൽ വി ക്യാൻ ഷുവർലി ലുക്ക് ഫോർ ബൈസ് ടു ദിസ് ടാർഗറ്റഡ് ഏരിയ. ഇതായിരിക്കും നമ്മുടെ ഹൈസ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റഡ് ഏരിയ. സോ ദാറ്റ്സ് ഓൾ ഓൺ ഫോറക്സ് സ്പേസ്. സോ നൗ ലുക്കിംഗ് ഓൺ BTC/USD. കറന്റ്ലി മാർക്കറ്റ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ നമ്മുടെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ്, ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് എ ന്യൂ ഹൈ. ദാറ്റ് വാസ് ദി മൂവ് ഫോർ ദി ഡേ. സോ നമ്മൾ നോക്കുവാണെങ്കിൽ സൺഡേ തൊട്ടേ മാർക്കറ്റ്, സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ബുള്ളിഷ് ആയിട്ട് പുഷ് ചെയ്ത് പുതിയൊരു ഹൈ മേക്ക് ചെയ്യാണ്. ലാസ്റ്റ് വീക്കിൽ മേക്ക് ചെയ്ത ആ ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. ആ ഒരു ടേക്ക് ഔട്ട് ചെയ്തതിന്റെ ഒരു ബെയറിഷ്, സഡൻ ബെയറിഷ് സെൽ ഓഫ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നൗ വി നീഡ് അഡീഷണൽ ലെവൽസ്. നമുക്കൊരു നല്ല ലെവലിൽ എത്തുകയാണെങ്കിൽ വി ക്യാൻ അഗെയിൻ ലുക്ക് ഫോർ ബൈസ്. We are expecting the market to make new all-time high soon. If this area is ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് പോവുകയാണെങ്കിൽ വി ഹാവ് ലോട്ട് ഓഫ് ലിക്വിഡിറ്റീസ് ടു ദി സെൽ സൈഡ് ഏരിയ. സോ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പുഷ് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ലുക്ക് ഫോർ അനദർ ഹൈസ്. ഇഫ് ഇൽസ് പ്രൈസ് വിൽ ബി ടേക്കിംഗ് ഔട്ട് ദിസ് ലോ. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ലോ ടേക്ക് ഔട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഏരിയ. ദെൻ എങ്ങനെയാണോ ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈംസ് പ്രൈസ് റീടെസ്റ്റ് ചെയ്തിട്ടാണ് ബുള്ളിഷ് പുഷ് കിട്ടിയിരിക്കുന്നത്. സോ വി മസ്റ്റ് ലുക്ക് ഹൗ ദ മാർക്കറ്റ് റിയാക്ട് ടു ദിസ് ലെവൽ ആൻഡ് ഫ്രം ദ വി ഷുഡ് എൻ്റർ ഇൻ ടു ദി ഫ്രഷ് പൊസിഷൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി വീക്ക്. നമ്മൾ ഡിക്സി പറഞ്ഞിരുന്നു കറന്റ്ലി മാർക്കറ്റ് ഏത് രീതിയിലാണോ റെസ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ നിന്ന് കറന്റ്ലി മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ആവുന്നത്, ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ വി ഷുഡ് surely market will be taking out this low. If this area is holded, then we can expect the market to reach out to the weekly order block area. So that's all for the week. Take calculated risk and trade safely. Thank you.